നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന ഇന്ന് ഉറുഗ്വായ്ക്കെതിരെ വിജയിച്ചതോടുകൂടി അവരിതാ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലെത്തിയിരിക്കുന്നു. ഒഫീഷ്യലി ക്വാളിഫൈഡ് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ, ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യലി ക്വാളിഫൈഡ് ആവാൻ ഇനി എത്ര പോയിൻറ്റുകൾ വേണം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെയുള്ള വേൾഡ് കപ്പുകളെ പോലെയല്ല 2026 വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ ടീമുകൾ കൂടുതലുണ്ട്. 48 ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ 32 ടീമുകളാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 48 ടീമുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് ലഭിച്ച പോയിൻറ്റുകളുടെ അത്രയും പോയിൻറ്റുകൾ ഇനി വേണ്ട. കാരണം കോൺമബോളിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് ക്വാളിഫിക്കേഷൻ ലഭിക്കും. ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാനും പറ്റും. അങ്ങനെയെങ്കിൽ സമീപകാലത്തെ കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമുകളുടെ പോയിൻറ്റുകൾ നോക്കുക. 2002 27 പോയിൻറ്റ് നേടിയ ടീം 6ാം സ്ഥാനത്തെത്തി. 2006 24 പോയിൻറ്റുകൾ നേടിയ ടീം 6ാം സ്ഥാനത്തെത്തി. 2010 23 പോയിൻറ്റുകൾ നേടിയ ടീം 6ാം സ്ഥാനത്തെത്തി. 2014 നമ്മൾ കൂട്ടാൻ കഴിയില്ല, കാരണം എല്ലാ ടീമുകളും അതിൽ ക്വാളിഫിക്കേഷൻ കളിച്ചില്ല. ബ്രസീൽ നേരിട്ട് പോയതുകൊണ്ട്, കാരണം ബ്രസീലിൽ വെച്ചായിരുന്നല്ലോ ഒരു ഹോസ്റ്റ് എന്ന നിലയ്ക്ക് നേരിട്ട് പോയതുകൊണ്ട് ആ ഒരു കണക്കെടുക്കുന്നില്ല. 2018 6ാം സ്ഥാനത്തുള്ള ടീം 26 പോയിൻറ്റാണ് നേടിയത്. 2022 6ാം സ്ഥാനത്തുള്ള ടീം 23 പോയിൻറ്റാണ് നേടിയത്. സോ 27 പോയിൻറ്റാണ് ഇതിൽ മാക്സിമം നമ്മൾ കാണുന്നത്. ഓൾറെഡി അർജൻറ്റീനയ്ക്ക് 28 പോയിൻറ്റുകളുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ കാലത്തെ കണക്കൊരു ആവറേജ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്കുക, ഇപ്പോൾ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം ബൊളീവിയയാണ്. ബൊളീവിയയ്ക്ക് ഇനി 5 റൗണ്ട് മത്സരങ്ങളുള്ളത്. 5ഉം വിജയിച്ചാൽ പോലും അവർക്ക് 28 പോയിൻറ്റിൽ എത്താൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഇനി എങ്ങനെ പോയാലും ആദ്യ 6ൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പോയാൽ പോലും 7ലേ നിൽക്കുകയുള്ളൂ. അതൊക്കെ വളരെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ള എല്ലാ കളികളും അർജൻറ്റീന തോൽക്കുകയും ബൊളീവിയ പോലെ ടീമുകൾക്ക് എല്ലാ കളികളും വിജയിക്കുകയൊക്കെ സംഭവിക്കണം. അപ്പോൾ പറയുമ്പോൾ എല്ലാ പോസിബിലിറ്റിയും പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അർജൻറ്റീന പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഒറ്റ പോയിൻ്റ് കൂടി, ഇനിയുള്ള 5 കളികളിൽ നിന്ന് ഒറ്റ പോയിൻ്റ് കൂടി കിട്ടിയാൽ അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ പൂർണ്ണമായും ഉറപ്പാക്കും. ചുരുക്കത്തിൽ അടുത്ത കളിയിൽ ബ്രസീലിനെതിരെ ജയിച്ചാൽ ക്വാളിഫിക്കേഷൻ ഉറപ്പാണ്. സമനില പിടിച്ചാൽ ക്വാളിഫിക്കേഷൻ ഉറപ്പാണ്. ഇനി അഥവാ കാലിടറി പോയാൽ പിന്നെയും 4 കളികൾ കിടപ്പാണ്. അർജൻറ്റീന അടുത്ത വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കി എന്ന് തന്നെ സാരം. നോക്കുക, ഇപ്പോൾ 13 കളികളിൽ നിന്ന് 9 വിജയങ്ങൾ, ഒരു സമനില, 3 തോൽവികൾ, 28 പോയിൻറ്റോടെ അർജൻറ്റീന 1ാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ രണ്ടാമതുള്ള ഇക്വഡോറിന് 22 പോയിൻറ്റും, മൂന്നാമതുള്ള ബ്രസീലിന് 21 പോയിൻറ്റും, 4ാമതുള്ള ഉറുഗ്വായ്ക്ക് 20 പോയിൻറ്റും, 5ാമതുള്ള പരാഗ്വേയ്ക്കും 20 പോയിൻറ്റുകൾ, 6ാമതുള്ള കൊളംബിയയ്ക്ക് 19 പോയിൻറ്റുകൾ. ഇതാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവിടുത്തെ സ്ഥിതി. അർജൻറ്റീന അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.